പെരുമ്പാവൂരിൽ 16 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ഈ കേസിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. പ്രതികളായ ആയുഷിന്റെയും അനികയുടെയും കൂട്ടാളികൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്നതായാണ് കണ്ടെത്തൽ. കൂടുതൽ പേർ ഇതിൽ ഉണ്ടാകുമെന്ന വിവരം കൂടിയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക് പോകുന്നത് സഹിൻ ആന്റണിയാണ്. സഹിൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ആയുഷൊക്കെ വലിയ ഈ ലഹരി ശൃംഖലയുടെ ഒരു കണ്ണിയാണ്, എല്ലാം നിയന്ത്രിക്കുന്ന ആളുകളാണ് എന്ന തരത്തിലേക്കൊക്കെ വാർത്തകൾ വരികയും അന്വേഷണ സംഘം കണ്ടെത്തൽ നടത്തുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് പുതിയ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ചെയ്തു. അതുതന്നെയാണ്. അതായത് ഈ പറയുന്ന ആയുഷും അനികയും ഭാര്യയും ഭർത്താവുമാണ്. ഇവരാണ് വലിയ രീതിയിലുള്ള കഞ്ചാവ് വിൽപ്പന നടത്താൻ ശ്രമിച്ചത്. ഹൈബ്രിഡ് കഞ്ചാവ് 18 കോടിയോളം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് എത്തിച്ചിരുന്നത്. അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇവർ താമസിച്ചിരുന്നതാവട്ടെ, വാടകയ്ക്ക് താമസിച്ചിരുന്നതാവട്ടെ, ആലുവ റൂറൽ ASP താമസിക്കുന്ന അതേ ഫ്ളാറ്റിൽ അതിൻ്റെ 6ാമത്തെ നിലയിലായിരുന്നു. എന്തായാലും ഈ പ്രതികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അത് തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇവരുടെ കൂട്ടാളികൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ലഹരി കച്ചവടം നടത്തുന്നു എന്നുള്ളത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരും തമിഴ്നാട്ടിലെ ലഹരി ഇടപാടിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും അനികയെയും ഒപ്പം തന്നെ ആകാശിനെയും ഇനിയും പോലീസിനെ ചോദ്യം ചെയ്യേണ്ടതായുണ്ട്. അവരെ ഇനി കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും. ഒപ്പം മാത്രമല്ല, ഈ 18 കോടിയിലധികം രൂപയുടെ കഞ്ചാവ് ഇവിടെ എത്തിച്ച് ആർക്കെല്ലാം വിൽപ്പന നടത്താൻ ശ്രമിച്ചിരുന്നു, ഇവരുടെ കണ്ണികളെയും ഇവരുടെ ഒപ്പം തന്നെ ഇവർ വിൽപ്പന നടത്താൻ ശ്രമിച്ചിരുന്ന ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ ഇനിയും കൂടുതൽ ആളുകൾ പിടിയിലാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ, ഷഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.